അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മോന്താൽ എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു മക്കാമിലാണ്. മഹാനരായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്ന പരിശുദ്ധമായ മഖബറയുടെ ചാരത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവറുകളുടെ അത്യന്താന ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള സർവ്വ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മളോട് അതുകൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ ഉള്ളവരുണ്ട്. അല്ലാഹു എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിക്കട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം ശരിയാകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഒരുപാട് ദുആ ചെയ്യുന്ന, അതുകൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു ഖൈറായ രൂപത്തിൽ സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ഇണകളെ അല്ലാഹു അടുപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഖാദിരിയ ത്വരീഖത്തിൻ്റെ സിൽസിലകളിൽ പലരും എത്തിച്ചേരുന്ന ഒരു മഹനീയമായ വ്യക്തിത്വമാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് എന്ന മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഹിജറ 1267 തൃശ്ശൂർ ജില്ലയിലെ മണത്തലയിൽ കൊങ്ങണം വീട്ടിൽ അഹ്മദ് എന്നവരുടെ 5 സന്താനങ്ങളിൽ ഏറ്റവും ഇളയ സന്താനമായിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ അവർകൾ ഭൂജാതനാകുന്നത്. ബിയാത്തു എന്നാണ് അവിടുത്തെ മാതാവിൻ്റെ പേര്. ജനിച്ച് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്ക് പ്രിയപ്പെട്ട മാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. പിന്നീട് പൂർണ്ണമായി പിതാവിൻ്റെ സംരക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ടവർ വളരുന്നത്. പ്രാഥമിക പഠനം നാട്ടിൽ നിന്നു തന്നെ പൂർത്തിയാക്കി. പിന്നീട് ആധ്യാത്മിക ലോകത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലേക്ക് ഉപരിപഠനത്തിനായി യാത്ര തിരിച്ചു. അന്ന് പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നത് സൈനുദ്ദീൻ മഖ്ദൂം അൽ അഖീർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ 9ാമത്തെ പേരമകനായ ഹിജറ 1305 വഫാത്തായ മഹാനാണ്. ബഹുമാനപ്പെട്ടവരും സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ തന്നെയാണ് പ്രസിദ്ധനായിട്ടുള്ളത്. പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയുടെ വിളക്കത്തിരുന്ന് ആധ്യാത്മിക ലോകത്തേക്ക് ഊളയിടാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ അവർകൾക്ക് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ശിക്ഷണത്തിലൂടെ സാധിച്ചു. പൊന്നാനിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കോഴിക്കോട് ജില്ലയിലെ പാറക്കടവിലും കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂരിലും അദ്ദേഹം പഠനത്തിനായി യാത്ര തിരിച്ചിട്ടുണ്ട്. പഠനം പൂർത്തിയാകുന്നതിനോടൊപ്പം തന്നെ ആത്മീയ ലോകത്തിൻ്റെ വിഹായസിലേക്ക് ഉളയിടാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞു എന്ന് അവിടുത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയിലുള്ള പഠനകാലത്തു തന്നെ ബഹുമാനപ്പെട്ടവരുടെ കാലിൻ്റെ നഖത്തിന് ഒരു പ്രത്യേകമായ അസുഖം പിടിപെടുകയും ശക്തമായ വേദന അനുഭവപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ കാലിൻ്റെ പ്രത്യേകമായ അസുഖം ശിഫയാകുന്നതിന് ബാഗ്ദാദിൽ പോയി മഹാനായ ഗൗസുൽ ആളം മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർകളെ സിയാറത്ത് ചെയ്യുന്നതിനായി അദ്ദേഹം നേർച്ചയാക്കി. ആ നേർച്ച പ്രകാരം ബാഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. ബാഗ്ദാദിൽ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ മഖാമിലെത്തിയ ബഹുമാനപ്പെട്ടവരുടെ ചാരത്തേക്ക് ജീലാനി തങ്ങളുടെ ദർഗയുടെ സൂക്ഷിപ്പുകാരൻ കടന്നു വന്നു. നിങ്ങളാണോ കേരളത്തിൽ നിന്നു വന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്നവർ? അതേയെന്ന് ബഹുമാനപ്പെട്ടവർ തലയാട്ടി. ഷെയ്ഖ് അവർകളോട് കൂടെയുണ്ടായിരുന്ന സഹയാത്രികനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളാണോ മുഹമ്മദ് ഹാജി എന്ന്? അതേയെന്ന് തലയാട്ടി. ആ സമയത്ത് താക്കോൽ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുമ്പ് ഷെയ്ഖ് ജീലാനി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് നിങ്ങളിരുവരും വരുന്നുണ്ട് എന്ന വിവരം ജീലാനി തങ്ങൾ എന്നോട് പറഞ്ഞു. 2 മാസക്കാലം
ബഹുമാനപ്പെട്ടവർ ഷേഖ് ജീലാനി തങ്ങളുടെ സവിധത്തിൽ താമസിച്ചു. ആ സമയത്ത് ബാഗ്ദാദിലെ പ്രസിദ്ധരായ 2 സൂഫി വര്യന്മാരുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചു. ഒന്ന് ഷേഖ് മുസ്തഫ, 2 ഷേഖ് അബ്ദുൽ ഖാദിർ. ഒരിക്കൽ ഷേഖ് മുസ്തഫ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അത്രയും കാലം ഷേഖ് അബ്ദുറഹ്മാൻ അവർകൾ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാവ എന്ന പേരിലായിരുന്നു. അതുകൊണ്ടുതന്നെ യാതൊരുവിധ സങ്കോചവും കൂടാതെ ബഹുമാനപ്പെട്ടവർ ആ പേര് പറഞ്ഞു. ആ സമയത്ത് ഷേഖ് മുസ്തഫ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഇനി മുതൽ ഈ പേര് നിങ്ങൾ പറയരുത്. ഇന്നു മുതൽ നിങ്ങളുടെ പേര് ഷേഖ് അബ്ദുറഹ്മാൻ എന്നാക്കി മാറ്റിയിരിക്കുന്നു. അന്നു മുതലാണ് മോന്താലിലെ ഈ ഷേഖ് അബ്ദുറഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ചെറുപ്പം മുതലേ തന്നെ ദീനീ ചിട്ടയോടെ വളർന്ന ബഹുമാനപ്പെട്ടവർ ആധ്യാത്മിക സരണിയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. കേരളത്തിലെ ഖാദിരിയ ത്വരീഖത്തിൻ്റെ പിന്തുടരാൻ കഴിയുന്ന ഷെയ്ഖുമാരിൽ ബഹുമാനപ്പെട്ടവർ സ്ഥാനം പിടിച്ചു. മഹാനരായ ഐലക്കാട് മറബട്ട് കിടക്കുന്ന സയ്യിദ് സഈദ് സിറാജുദ്ദീനുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ ഷെയ്ഖാണ് മഹാനരായ പയ്യനാട് മുഹമ്മദ് മുസ്ലിയാർ. അവരുടെ ഷെയ്ഖാണ് പയ്യനാട് അഹമ്മദ് മുസ്ലിയാർ. ഈ സിൽസിലയിലെ അടുത്ത കണ്ണിയാണ് മഹാനരായ ഷേഖ് അബ്ദുറഹ്മാൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനരായ മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ മശായിഖുമാരുടെ കൂട്ടത്തിൽ കണ്ണൂരിലെ സയ്യിദ് ഹാമിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ പേര് നമ്മൾ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാമിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ ഷെയ്ഖാണ് ആദരണീയരായ ഷേഖ് അബ്ദുറഹ്മാൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച ബഹുമാനപ്പെട്ടവർ വിവാഹം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ പുല്ലുക്കരയിൽ നിന്നാണ്. പിന്നീട് വീടെടുത്ത് താമസമാക്കിയത് മോന്താലിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ പടന്നക്കര എന്ന സ്ഥലത്താണ്. പിന്നീട് വഫാത്തിനു ശേഷം അവിടുത്തെ വീടൊരുങ്ങിയത് ഈ മോന്താൽ പള്ളിയുടെ സമീപത്താണ്. അങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച ബഹുമാനപ്പെട്ടവർ മോന്താലുകാരുടെ അഭയകേന്ദ്രമായി മാറുന്നത്. ദുആക്ക് ഇജാബത്തുള്ള വലിയ മഖാമാണ് മോന്താലിലെ ഈ പരിശുദ്ധമായ മഖ്ബറ. അനുഭവസ്ഥരും ആലിമീങ്ങളും അത് ആണയിട്ട് പറയുന്നുണ്ട്. മഹാനരായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പഠിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന അവലാതിയുമായി ബഹുമാനപ്പെട്ടവരെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിനു വേണ്ടി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയും അതിൻ്റെ അനന്തരഫലമെന്നോണം ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ നാമവും ലിഖിതമായത് അവിടുത്തെ കറാമത്തുകളിൽ ഒന്നു മാത്രമാണ്. അതുകൊണ്ടുതന്നെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും പഠിപ്പിക്കുന്ന ആലിമീങ്ങൾക്കും സിയാറത്ത് ചെയ്യാൻ ആവേശമുള്ള ഒരു മഖ്ബറ കൂടിയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മഹാന്മാരുടെ സ്നേഹം കാരണമായി രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.